വിചാരണ കാലയളവിൽ തന്നെ കോഴിക്കോട് ജില്ലാ ജയിലിൽ ടി.പിയുടെ മുഴുവൻ ഘാതകർക്കും മുന്തിയ പരിഗണന കിട്ടിയിട്ടുണ്ട്. അവർക്ക് തടവറയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. പുറത്തു നിന്നും മദ്യം ഉൾപ്പെടെയുള്ള ഭക്ഷണം എത്തിച്ചു നൽകി. ജയിലിൽ രാജകീയ ജീവിതം നയിച്ചവർക്ക് വാരിക്കോരി പരോൾ നൽകിയിട്ടുണ്ട്. പരോളിലിറങ്ങി വിവാഹം കഴിച്ചു. വിവാഹ സൽക്കാരത്തിൽ ഇന്നത്തെ നമ്മുടെ നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ പങ്കെടുത്തു. അലങ്കരിച്ച BMW കാറിലായിരുന്നു വരൻ മുഹമ്മദ് ഷാഫി വന്നത്. പിന്നെ ഷാഫി മൂന്നാറിൽ ഒരു പാർട്ടിയിൽ കുടിച്ചു കൂത്താടുന്ന വീഡിയോയും പുറത്തു വന്നു. CPM പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടന്നപ്പോൾ ഞാനത് റിപ്പോർട്ട് ചെയ്യാൻ പോയതാണ്. ഞാൻ നേരിട്ട് കണ്ടതാണ്. കണ്ണൂരിൽ നടന്നപ്പോൾ ഷാഫി അവിടെ സജീവ സാന്നിധ്യമായിരുന്നു. കിർമാണി മനോജും പരോളിലിറങ്ങി കല്യാണം കഴിച്ചു. വയനാട്ടിലെ ഒരു റിസോർട്ടിൽ സംഘടിപ്പിച്ച ലഹരി പാർട്ടിയിൽ പങ്കെടുക്കവേ കിർമാണിയെ പോലീസ് പൊക്കി. ഇവരുടെയൊക്കെ മൂത്ത സഖാവ് കൊടിസുനി ജയിലിനകത്ത് നിന്ന് മണൽ മാഫിയയും അതുപോലെ നേരത്തെ ശ്രീ മോൻസി ചൂണ്ടിക്കാണിച്ചതുപോലെ സ്വർണം കടത്തലിലെ പൊട്ടിക്കൽ ഗ്യാങ്ങിനെയും ഒക്കെ നിയന്ത്രിച്ചു. സാധാരണ തടവിൽ ഇളവ് കിട്ടുന്നത് ജയിലിലെ നല്ല നടപ്പുകാർക്കാണ്, മാത്രമല്ല മാനസാന്തരം ഉണ്ടാകുന്നവർക്കാണ്. ജയിലിനകത്തിരുന്നും പരോളിൽ പുറത്തിറങ്ങിയും കൊട്ടേഷൻ പണി തുടരുന്നവർ എങ്ങനെയാണ് അഡ്വക്കേറ്റ് ഹസ്ക റെമിഷന് അർഹരാവുന്നത്? എങ്ങനെയാണ്? എനിക്കത് മനസ്സിലാകുന്നില്ല. എന്താ അതൊരു അത്ഭുതപ്പെടുത്തുന്ന കാര്യമല്ലേ സാർ? ഇത് അവാസ്തവമായിട്ടുള്ളതും നിയമവിരുദ്ധവുമായിട്ടുള്ള ഒരു വാർത്തയാണ് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ നിലപാട്. ഒന്നാമതായി, ജയിൽ നിയമങ്ങൾ അനുശാസിക്കുന്ന തരത്തിൽ കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് മാനേജ്മെന്റ് ആക്ട് ആൻഡ് റൂൾസ് എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാരിന്റെ നിയമസഭ പാസാക്കിയ ഒരു നിയമം ആണ് ജയിലുകളെ നിയന്ത്രിക്കുകയും അതിൽ വളരെ കൃത്യമായിട്ട് റെമിഷനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യൻ പീനൽ കോഡിന്റെ 55 വകുപ്പ് പ്രകാരമാണ് റെമിഷനിൽ ഒരു പ്രതി കുറ്റവാളി ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ 14 കൊല്ലം കഴിയാതെ ആ ശിക്ഷ ഇളവ് ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ അധികാരമില്ലെന്ന് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. 432 CRPC പ്രകാരം സംസ്ഥാന സർക്കാരിനാണ് ഇളവുകൾ അനുവദിക്കാനുള്ള അവകാശമെങ്കിലും ഈ നിഷ്കർഷിച്ചിരിക്കുന്ന നിയമപരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ ഇത് ചെയ്യാനാവൂ. മാത്രമല്ല, TPയുടെ വധവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി 2024 ഫെബ്രുവരി 27 പുറപ്പെടുവിച്ചിട്ടുള്ള വിധി സുവ്യക്തമായ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ആ വിധിയിൽ KK രമ നൽകിയിട്ടുള്ള ഉപഹർജിയുടെ കൂടി അടിസ്ഥാനത്തിൽ, അപ്പീലിന്റെ കൂടി അടിസ്ഥാനത്തിൽ ശിക്ഷ വർദ്ധിപ്പിക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ ഏറ്റവും വലിയ കളങ്കം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ആ വിധിന്യായം വളരെ കൃത്യമായി പറയുന്നത്. അപ്പോൾ ആ വിധിന്യായത്തിൽ ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാരും ജസ്റ്റിസ് കൗസറുടെ ഭാഗത്തും വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ പറയുന്നത് 20 കൊല്ലത്തേക്ക് ഈ പ്രതികൾക്ക് റെമിഷൻ അർഹതയില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു നിയമം നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ്? അതാ ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ കോടതി ഉത്തരവ് നിലനിൽക്കെ, നിയമം നിലനിൽക്കെ എങ്ങനെയാണ് ഈ കൊടും കുറ്റവാളികൾക്ക്, CPMന്റെ ക്രിമിനലുകൾക്ക്, കൊലയാളികൾക്ക് എങ്ങനെയാണ് റെമിഷൻ കൊടുക്കുന്നത്? എങ്ങനെയാണ് ആ റെമിഷന് വേണ്ടിയുള്ള ആ ലിസ്റ്റിൽ എങ്ങനെയാണ് ഇവരുടെ പേരുകൾ കയറിക്കൂടിയത്? എൻ്റെ സംശയം അതാണ്. എങ്ങനെയാണ്, ആരാണ് ഇതിൻ്റെ പിറകിൽ? ജയിൽ ഉപദേശക സമിതിയെ നയിക്കുന്ന ശ്രീമാൻ P ജയരാജനാണോ സാർ? അങ്ങനെയല്ല. നിങ്ങൾ നിയമപരമായിട്ടുള്ള ഈ പരിമിതികളിൽ എങ്ങനെ വരുന്നു എന്നുള്ളതാണല്ലോ ഇപ്പൊ വലിയ പ്രശ്നം. 10 കൊല്ലത്തിലധികം ശിക്ഷ അനുഭവിച്ചിട്ടുള്ള തടവുകാർ ജയിലിൽ നടത്തിയിട്ടുള്ള പെരുമാറ്റത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ മാനസാന്തരം വന്നിട്ടുണ്ട് എങ്കിൽ അവരെ ശുപാർശ ചെയ്യുന്നതിന്, ജയിൽ മോചനത്തിന് ശുപാർശ ചെയ്യുന്നുള്ള അധികാരം ജയിൽ സൂപ്രണ്ടിനുണ്ട്. അത് നിയമം അനുശാസിക്കുന്ന അധികാരമാണ്. ആ അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ശുപാർശ അവിടെ നോക്കുന്നത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ: ഏത് ഒഫൻസിനാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്, ഏതൊക്കെ കുറ്റകൃത്യത്തിനാണ് ശിക്ഷിക്കപ്പെട്ടത്, ആ കുറ്റവാളിയുടെ ആ സമൂഹത്തിൽ ഉണ്ടായ കുറ്റകൃത്യം കൊണ്ടുണ്ടായിട്ടുള്ള ആഘാതത്തെ സംബന്ധിച്ച് പറയാനുള്ള ഉത്തരവാദിത്വം ജയിൽ സൂപ്രണ്ടിനോ ജയിൽ അഡ്വൈസറി ബോർഡിനോ നിയമം നൽകുന്നില്ല. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ 12 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു പ്രതികൾ.